എൻ്റെ പേര് ബീന കേട്ടോ, മുമ്പേ എന്നാ കേട്ടോ. ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോഴുണ്ടല്ലോ ആഗ്രഹിച്ച എന്തോന്നറിയാം, ഞാൻ അതിനൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞിട്ട് ഈ ചാനൽ തുടങ്ങിയത് ഇത് എന്തോലും ഒരു 10 പൈസ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. കാരണം ഇതിൽ നിന്നെടുത്ത് എനിക്ക് ദൈവം സഹായിച്ച് അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷേ യൂട്യൂബ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പെട്ടെന്നൊന്നും നമ്മൾ ഇതായി കിട്ടത്തുമില്ല. കാരണം എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല, എനിക്ക് നല്ലതായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല, നല്ലതായിട്ട് വീഡിയോ എടുക്കാൻ അറിയത്തില്ല. ചില നല്ല മൊമെൻറ്റുകളൊന്നും എനിക്ക് അത് പലപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അങ്ങനെയൊക്കെ കൊണ്ടും പിന്നെ എൻ്റെ ആദ്യം വീഡിയോസൊന്നും ലോങ് വീഡിയോ ആരും കാണാറൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ 1.5 വർഷമായി യൂട്യൂബ് തുടങ്ങിയിട്ട്. അങ്ങോട്ട് 156 ഹവേഴ്സേ ആയിട്ടുള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. പക്ഷേ ഷോർട്ട് വീഡിയോ ആൾക്കാർ കാണാറുണ്ട്, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. ഞാനാണെങ്കിൽ ഈ ഡോഗ്സിന് ഫുഡ് കൊടുക്കും, എൻ്റെ ഒരു സന്തോഷം കേട്ടോ. അത് അവർക്ക് ഫുഡ് കൊടുക്കും സന്തോഷമൊന്നുമല്ല, അതുങ്ങളുടെ ഈ അലച്ചിലും സങ്കടവും ഒക്കെ കാണുമ്പോഴുണ്ടല്ലോ. ഫുഡ് കിട്ടാതെ ഒരുപാട് ഡോഗ്സ് അലയുന്നുണ്ട്. നമ്മൾക്ക് വിശക്കുന്ന പോലെ തന്നെ കേട്ടോ അവർക്കും വിശക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതൊരു വിജയമാണ് എന്ന് വിചാരിച്ച് ഞാൻ മനുഷ്യനോട് സ്നേഹമില്ല അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ. എനിക്ക് മനുഷ്യന്മാരോട് സ്നേഹം, പക്ഷെ മനുഷ്യന്മാർക്ക് നമ്മൾ എന്ത് ചെയ്താലും ഒരു നന്ദിയില്ല. ഞാൻ എൻ്റെ കമ്പനി നാട്ടിൽ നിന്നൊക്കെ പണിക്കാർ വരും, വെൽഡിങ്ങിനും വെട്ടുകലിൻ്റെ പണിക്കുമൊക്കെ. അവർക്കൊക്കെ ഈ കേരള ഫുഡ് കിട്ടാതെ വരും, ഒരുപാട് ബുദ്ധിമുട്ടാകുമ്പോൾ. അപ്പോൾ രസത്തിൻ്റെ പൊടി മേടിച്ച് കൊടുക്കും, ഉണക്കമീൻ മേടിച്ച് കൊടുത്തു വിടും. ഇന്നും കൂടി ഇഡ്ഡലി സാമ്പാറും ഒക്കെ വെച്ച് കൊടുത്ത് വിട്ടിട്ടുമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ മലയാളികൾക്കൊരു അതങ്ങോട്ട് എന്താ പറയുക, മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് ഈ ഫുഡും കൊണ്ട് ഞാൻ എല്ലാവരെയും അടച്ചുമല്ല പറയുന്നത് കേട്ടോ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അതേസമയം ഇവർക്ക് നമ്മളിതിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാതെ വെറുതെ കൈയും വിട്ടാടി ചെന്നാലും ഈ ഭക്ഷണം കൊണ്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും സ്നേഹവും അവരുടെ കണ്ണിൽ കാണാൻ പറ്റും. അത് അവരുടെ കണ്ണിലും അവരുടെ വാലിലും അവരുടെ ബോഡി ലാംഗ്വേജിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാനാണെങ്കിൽ പണ്ടൊക്കെ ഉണ്ടല്ലോ എവിടെയെങ്കിലും യാത്ര പോകുമ്പം വണ്ടിയുടെ സൈഡിൽ ഇരുന്ന് തുണിക്കടയിലും സ്വർണ്ണക്കടയിലും ഒക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് സത്യമായിട്ടും. പക്ഷേ ഇന്നാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് നമ്മുടെ പ്രായത്തിൻ്റെ പക്വതയായിരിക്കും അതങ്ങനെ വരുന്നത്. നോക്കുന്നത് ഡോഗ്സ്, അയ്യോ ഇതുങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ, അയ്യോ അതുങ്ങൾ മെലിഞ്ഞിരിക്കുന്നു, അതിൻ്റെ എല്ലാം തെളിഞ്ഞിരിക്കുന്നു എന്നങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ ഡോഗ്സിനും ഫുഡ് കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഇതുങ്ങളുടെ കഷ്ടപ്പാട് മാറണമെന്ന് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ ഒരു ഡോഗ് കടിച്ച് ഒരസുഖം ഉണ്ടാകാതിരിക്കട്ടെ, ആരും മരിക്കാതിരിക്കട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം. കാരണം ഒരു ഡോഗ്സ് ഒരാളെ കടിച്ചാൽ ഒരുപാട് നിരപരാധിയായ ഡോഗ്സിന് അവൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഒരു ആപത്തും ഒരു മനുഷ്യനും ഡോഗ്സിനെ കൊണ്ടുണ്ടാകാതിരിക്കട്ടെ, ഒരു കുഞ്ഞുങ്ങളെ കടിക്കാതിരിക്കട്ടെ, ഒരമ്മമാരുടെയും കണ്ണുനീര് വീഴാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട് കേട്ടോ, ഇതുങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ. കാരണം അങ്ങനെ ഒരു എന്തിനാണോ ദൈവം ഇങ്ങനൊരു അസുഖം അതുങ്ങൾക്ക് വരുത്തി വെച്ചത്. കൂടുതലും കടിക്കുന്നത് വിശപ്പ് കൊണ്ടാകട്ടോ. അത് കിട്ടാതെ വരുമ്പോൾ സഞ്ചിയൊക്കെ ആയിട്ട് പോകുന്ന കാണുമ്പം പിന്നെ ഇതുങ്ങളെ കല്ലെറിയുമ്പം പേടിയാണ്, മനുഷ്യനെ ഒരുപാട് പേടിക്കുന്നുണ്ട്. പക്ഷേ അത് ആരും മനസ്സിലാക്കുന്നില്ല. ഇതുങ്ങളൊക്കെ ഗർഭിണിയായിട്ട് ഇരുന്നിട്ട് പ്രസവിച്ചിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഫുഡ് കിട്ടാതിരുന്നിട്ട് ഫുഡ് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കിട്ടിക്കഴിയുമ്പോൾ അത് ഓടിപ്പോകുന്ന കാണാം പാല് കൊടുക്കാനാണ്. ഈ പാല് കുടിക്കുന്ന സമയമൊക്കെ അതുങ്ങളുടെ എല്ലാം മൊത്തം തെളിഞ്ഞ് നിൽക്കും. നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ നമുക്ക് എത്ര നേരം വിശപ്പിനെ പിടിച്ചു നിർത്താൻ പറ്റും ഒരു ദിവസം. രണ്ടാമത്തെ ദിവസം നമ്മൾ എന്തായിരിക്കും കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഇതുങ്ങൾ ആഴ്ചകളോളം വെള്ളം പോലും കുടിക്കാതെ വെള്ളം മാത്രം കുടിച്ചും ഒക്കെ കിടക്കുന്നുണ്ട്. കുറേ ഡോഗ്സൊക്കെ മരിക്കുന്നത് ഫുഡ് കിട്ടാഞ്ഞിട്ട് തന്നെ. ചില ഏരിയയിലൊക്കെ ഒട്ടും ഫുഡ് കിട്ടത്തില്ല കേട്ടോ. ചിലവർക്ക് നല്ലവണ്ണം ഫുഡ് കിട്ടുന്നിടം ഉണ്ട്, നല്ല തടിച്ചു കൊഴുത്തിരിക്കുന്നതും ഉണ്ട്. ഒരുപാട് പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും, ആർക്കും അത് മനസ്സിലാകത്തില്ല. എനിക്കെന്തുവാണോ ഇടക്കാലത്ത് വന്ന കേട്ടോ, ഞാൻ ജനിച്ചപ്പോഴേ ഡോഗ്സിൻ്റെ പുറകിലാണെന്ന് അന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇടക്കാലത്ത് വന്ന ഒരു തിരിച്ചറിവാണ്. കാരണം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇതുങ്ങളുടെ വിശപ്പും സങ്കടവും കാണുമ്പോൾ അതുങ്ങളുടെ കണ്ണിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അവർക്ക് വാ തുറന്നൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിലും അവരുടെ മുഖത്തുണ്ട് ആ ദയനീയത. ഇപ്പം മഴയാകുന്നു, എന്തോരം കഷ്ടപ്പെടണം